എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, തവ പനീർ. അപ്പോൾ എല്ലാവർക്കും അറിയാം, പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണ്. ചില കുട്ടികൾ പാലൊന്നും കുടിക്കില്ല. അതിന് പകരം പനീർ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഓരോ ഡിഷസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ പനീറിന്റെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് പനീർ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് തവ പനീർ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം പനീർ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പനീറാണ്. ഞാൻ എങ്ങനെ പനീർ തയ്യാറാക്കാമെന്ന് ഒരു വീഡിയോയിൽ ഇടാം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചെറിയ പീസസ് ആയിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ വീതം എടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്തൂരി മേത്തിയാണ്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ, അപ്പോൾ അത് ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കസ്തൂരി മേത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടാതെ ഇതിടാം, മല്ലിയില ഇടാം. ഓക്കെ. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ, ഇത് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾ 2 തക്കാളി, ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കാം. പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ നെയ്യ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം. ഒരു 2 ടീസ്പൂൺ, ഒരു അര മുതൽ 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല വേണം. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതല്ലാതെ ഞാൻ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തവ പനീർ തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ തവ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള തവ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ഒരു തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഇരുമ്പിൻ്റെ തവയിലാണ് അവർ ഒക്കെ സാധാരണ ചെയ്യുക. പക്ഷെ നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അതിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിലാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നെയ്യ് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ജീരകം, അതേപോലെ തന്നെ ഈ കസ്തൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൃത്യമായിട്ട് കിട്ടുക. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് വാടി വരണം. നന്നായിട്ട് വാടി വരണം എന്നില്ല. ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാളയും നന്നായിട്ട് ഒന്ന് വാടി വരണം.
അപ്പോൾ തവയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സവാള ഒന്ന് വാടി വരാൻ വേണ്ടി, പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുണ്ടാവും. സവാള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇതിൻ്റെ പച്ചമണം മാറട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തപ്പോൾ ആ സ്മെല്ലേ മാറി. ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പച്ച ടൊമാറ്റോ തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൊമാറ്റോയുടെ കൂടെ ഒരു പച്ചമണം മാറി കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ട് കയ്യിൽ നിന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ മുഴുവനായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് വേവിച്ച് അതിൻ്റെ സ്കിൻ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വേറെ പനീറിൻ്റെ ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ പനീർ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ചിലപ്പോൾ ഒന്ന് മുളക് അതേപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഉപ്പ് കൂടിയും പോകരുത്. പനീറിലേക്ക് പെട്ടെന്ന് നമ്മൾ എന്തിലാണോ പനീർ ഇടുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ്, പനീറിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് പനീറിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട്
മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി പോലെ. അപ്പോൾ നമുക്ക് കുറച്ചായി പനീർ ഇട്ട് കൊടുത്ത് ഇതിന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ആദ്യം കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇട്ട് കൊടുക്കാം. പനീർ ഉടഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാ പനീറിൻ്റെ കഷ് പീസിലേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പീസ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ പനീറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പനീർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാല് വാങ്ങില്ലേ, പാല് ഫ്രിഡ്ജിൻ്റെ, അതായത് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മേലെ, അതായത് പാല് ബോയിൽ ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ വെക്കാം. പച്ചപ്പാല് തന്നെ വെച്ചാൽ അതിൻ്റെ മേലെ എന്താ ഒരു ലെയർ ഉണ്ടാവും. ആ ലെയർ മേലേന്ന് സ്പൂണ് കൊണ്ട് മെല്ലെ എടുത്ത് നീക്കിയാൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് ഫ്രഷ് ക്രീമൊക്കെ. അതുപോലെ ചെയ്യാം. അപ്പം നമ്മുടെ തവ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ചുകൂടെ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പോലെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെണ്ണ ചേർക്കാം കേട്ടോ. വെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തവ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നാനിൻ്റെ കൂടെ സെർവ് ചെയ്യാം, ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം, റൊട്ടി, പ്ലെയിൻ റൈസ്, ഗീ റൈസ് ഒക്കത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തവ പനീർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.